ഞാൻ ഇനി ഫോട്ടോ എടുത്ത് കാണിക്കണം. അവരുടെ കൂടെ ഇരിക്കുന്ന പടം ഒന്നുകൂടി കാണിക്കാൻ ഞാൻ. അവരുടെ കൂടെ അല്ല ഇരിക്കുന്ന പടം, അവര് അമീറിന്റെ കൂടെ ഇരിക്കുന്ന പടം, ഇത് നടത്തിയ ആളാണ് വന്നിട്ട് നമ്മളോട് ഞങ്ങൾ പറഞ്ഞല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഇപ്പോഴുള്ള അഭിപ്രായം, അതായത് നേരത്തെ അവർ വേദികൾ പങ്കിടാറില്ല, ഇപ്പൊ UDFന്റെ വേദികൾ പങ്കിടുകയാണ്. UDF MLA നേതാക്കൾ പോയി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യണം. ഒരേ വേദി അതൊരു UDF സംവിധാനത്തിന്റെ ഭാഗമായ ഒരു പ്രവർത്തിക്കുകയാണ്. അതൊരു ശരിയായ സംവിധാനം പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞു. പിന്നെ എന്തിനാ അതിനെ ചോദിക്കുന്നത്? ഈ വിഷയം സജീവമായി മുന്നോട്ടെ അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറയുന്നില്ലല്ലോ. ഇത് ആരാണ് ഞങ്ങളെ വിമർശിക്കുന്നത്? ഞാൻ ഇനി ഫോട്ടോ എടുത്ത് കാണിക്കണം. അവരുടെ കൂടെ ഇരിക്കുന്ന പടം ഒന്നുകൂടി കാണിക്കാൻ ഞാൻ. അവരുടെ കൂടെ അല്ല ഇരിക്കുന്ന പടം, അവര് അമീറിന്റെ കൂടെ ഇരിക്കുന്ന പടം, ഇത് നടത്തിയ ആളാണ് വന്നിട്ട് നമ്മളോട് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അവര് പിന്തുണ നൽകുന്നുണ്ട്, പ്രാദേശികമായി ചില അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ മുന്നണിയിൽ ഇല്ലാന്ന് പറഞ്ഞല്ലോ? മുന്നണിയിലുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കില്ലേ? മുന്നണിയിലില്ല, മുന്നണിയിലെ അസോസിയേറ്റ് മെമ്പറും അല്ല. ഇതൊക്കെ പറഞ്ഞതല്ലേ ചോദിച്ചത്? ഞങ്ങൾ ഇല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവര് ഞങ്ങളുടെ മുന്നണിയിലെ ഭാഗമായിരിക്കില്ല, ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറും ആയിരിക്കില്ല എന്ന് ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. UDF ചർച്ച ചെയ്ത് തീരുമാനം. അടുത്ത കാലത്ത് വരെ മതരാഷ്ട്രവാദം പരസ്യമായിട്ട് പ്രസംഗിച്ച ഒരു പാർട്ടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും വെത്തർ പാർട്ടി. അപ്പോ CPM മുമ്പ് കൊണ്ടുനടന്നിരുന്നു ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസും അത് തുടരുന്നു എന്ന് പറയുന്നതിന് ന്യായമുണ്ടോ? അതല്ല, അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരുടെ കൂടെ കുടുംബം മതേതരം, ഞങ്ങളുടെ കൂടെ കുടുംബം വർഗീയം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോ എല്ലാ മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ അവർ ക്ഷണിക്കപ്പെടാറുണ്ട്. പണ്ട് അവരെ ക്ഷണിക്കും, എല്ലാവരും വിളിക്കാറുണ്ട് എന്നൊക്കെ അറിയാം. ഡോക്ടർ MK മുനീറിന് കഴിഞ്ഞ ദിവസം വീണ്ടും സ്ഥിരീകരിച്ചു അവർ മതരാഷ്ട്രവാദികളാണ്. ഞാൻ കേട്ടില്ല. ഈ CPM മാത്രമല്ല, ഇപ്പൊ കാന്തപുര വിഭാഗം പറയുന്നു, സമസ്തയിലെ ചില നേതാക്കൾ പറയുന്നു ഈ ഒരു യോജിപ്പ് അത്ര നല്ലതല്ല എന്നുള്ളത്. 2006 തൊട്ട് 2011 വരെ VS ഗവൺമെന്റ് ഉള്ള സമയത്ത് ഇവര് സിലബസ് കമ്മിറ്റിയിൽ, കരിക്കുലം കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്മിറ്റികളിലുണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാവരും കൂടി യോജിച്ചാണ് ആ കമ്മിറ്റിയിൽ ഇരുന്നിരുന്നത്. പല കമ്മിറ്റികളിൽ അന്നത്തെ അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത് സർക്കാർ കമ്മിറ്റികളിൽ ഇവരെല്ലാം കൂടി 2006 തൊട്ട് 2011 വരെ പല മുസ്ലിം സംഘടനകളിലെ പ്രതിനിധികളും ഈ സംഘടനയുടെ പ്രതിനിധിയൊക്കെ അവർക്ക് അത്രയും വലിയ അടുപ്പമായിരുന്നു. അന്നത്തെ ജമാഅത്ത് ഇസ്ലാമി ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന ആളാണ്. നമ്മളെ പഴയ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട. അല്ല, അതെനിക്കറിയില്ല. അത് അവരോട് ചോദിക്കണം. നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ പോയി ചോദിക്കുക അവരോട്. നിങ്ങൾ അവരോട് പോയി ചോദിക്കുന്നേ. അവരോട് ചോദിക്കട്ടെ. ജിഫ്രി തങ്ങൾ പറയേണ്ട മറുപടി VD സതീശൻ പറയണ എങ്ങനെ? നിങ്ങൾ അവരോട് ചോദിച്ചപ്പോ അദ്ദേഹം നല്ല വ്യക്തമായിട്ട് മറുപടിയും പറയുന്നുണ്ട്, നല്ല പച്ചയ്ക്ക് നല്ല മറുപടിയും പറയുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചത്